വയനാടിന് കൈത്താങ്ങായി പിണ്ടിമന TVJM സ്കൂളിലെ വിദ്യാർത്ഥികൾ. കുട്ടികൾ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കോതമംഗലം MLA ആന്റണി ജോൺ ഏറ്റുവാങ്ങി. ദുരന്തഭൂമിയായ വയനാടിന് കൈത്താങ്ങായി പിണ്ടിമന TVJM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൈകോർത്തു. ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി വിദ്യാർത്ഥികൾ സമാഹരിച്ച 35,881 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. സ്കൂൾ മാനേജർ ബേസിൽ വർഗീസിൽ നിന്നും കോതമംഗലം MLA ആന്റണി ജോൺ തുക ഏറ്റുവാങ്ങി. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാവരോടും ഈ പരമാവധി തങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ വയനാട്ടിലെ ജനങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ നൽകണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണക്കുകൾ പരിശോധിച്ചാൽ സ്വദേശത്തും വിദേശത്തും ഒക്കെയുള്ള ഒരുപാട് ആളുകൾ, നമ്മുടെ പ്രത്യേകിച്ച് കേരളീയർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ മാത്രമല്ല, ഈ ഒരു ദുരന്തത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ഈ ദുരന്ത വാർത്ത അറിഞ്ഞിട്ടുള്ള എല്ലാവരും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യസ്നേഹികളും നമ്മുടെ നാടിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇപ്പം മുന്നോട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരുന്ന ഘട്ടത്തിലാണ് വിദ്യാർത്ഥികളെ കൂടി, നമുക്കറിയാം ഒരുപാട് വലിയ നഷ്ടങ്ങളാണ്. ഒരു സ്കൂള് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവിടുത്തെ ദുരിതാശ്വാസം നമ്മളത് പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ കാണുമ്പോൾ ആ പ്രദേശത്ത് അക്ഷരവെളിച്ചം പകർന്ന, ആയിരങ്ങൾക്ക് അക്ഷരവെളിച്ചം പകർന്ന് അവിടെ പകർന്നു നൽകിയ ഒരു വിദ്യാലയത്തെ അപ്പാടെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളടക്കം വരുന്ന വിപുലമായ മേഖലയിലാണ് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ കുട്ടികൾ, 500-ൽ പരം വരുന്ന കുട്ടികളാണ് TVJ സ്കൂളിലെ കുട്ടികൾ. അവർക്ക് നമ്മളറിയാം, കുട്ടികളെ സംബന്ധിച്ച് വീട്ടിൽ നിന്നൊക്കെ ലഭിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പാരിതോഷികമൊക്കെയായി കൊടുക്കുന്ന, എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ കൊടുക്കുന്ന ചെറിയ ചെറിയ തുകകൾ അല്ലെങ്കിൽ കുടുക്കയിലൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ശീലം നമ്മുടെ കുട്ടികൾക്കുണ്ട്. അപ്പോൾ ഇന്ന് 3 കുടുക്കയാണ് ഇവിടെ ലഭിച്ചതെന്നാണ് ബേസിൽ സൂചിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ കൂട്ടിവെച്ചിട്ടുള്ള ചെറിയ തുകയാണ് ഇവിടെ ഇങ്ങനെ തങ്ങളുടെ സഹോദരങ്ങൾക്ക് ഒരു ചെറിയ ആശ്വാസം. നമുക്കറിയാം, നമ്മളെക്കൂടി പൂർണ്ണമായി ഇത് ചെയ്യാൻ കഴിയുന്ന നിലയ്ക്ക് അപ്പുറത്താണ് കാര്യങ്ങൾ. പക്ഷേ തങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം തങ്ങളുടെ സഹോദരങ്ങൾക്ക് നൽകുക എന്ന ആ ഒരു മനുഷ്യത്വപരമായ കാഴ്ചപ്പാടാണ് പ്രിയപ്പെട്ട കുട്ടികൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ്, വാർഡ് മെമ്പർമാരായ വിൽസൺ കൊച്ചുപറമ്പിൽ, ലത ഷാജി, സെന്റ് ജോൺസ് ചർച്ച് വികാരി റവറന്റ് ഫാദർ ജോർജ് ചെരിയേക്കുടി, PTA പ്രസിഡന്റ് ബിനോയ് തറമറ്റം, PTA എക്സിക്യൂട്ടീവ് മെമ്പർ സണ്ണി പോൾ, ബെസി ഷിബു, സ്കൂൾ ബോർഡ് മെമ്പർമാരായ AO വർഗീസ്, എൽദോസ് കഴുതക്കോട്ട്, പ്രിൻസിപ്പൽ ഇൻചാർജ് സോബിൻ MP, ഹെഡ് മിസ്ട്രസ് നീത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ അങ്ങനെ കുടുക്കുകൾ വരെ പൊട്ടിച്ചുകൊണ്ട് കുട്ടികളെ തന്നിരിക്കുന്ന ഈ കോൺട്രിബ്യൂഷൻ അത് ഇന്ന് കോതമംഗലത്തിന്റെ MLAക്ക് നമ്മൾ ആദ്യ ഗഡു എന്ന രീതിയിൽ നമ്മൾ കൈമാറുകയാണ്. വലിയ സന്തോഷം തോന്നി. സ്കൂളിന്റെ മാനേജർ എന്ന രീതിയിൽ കുട്ടികളുമായി സംസാരിച്ച ഒരൊറ്റ ദിവസത്തെ കളക്ഷനാണെന്ന് നമുക്ക് 36,000 രൂപ നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഇതൊരു തുടക്കമാണ്. കൈത്താങ് എന്ന ഒരു പദ്ധതിക്ക് പേരിട്ടുകൊണ്ട് നമ്മൾ ഇന്ന് കൈത്താങ് പദ്ധതിയുടെ ഇനാഗുറേഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് MLAക്ക് ആദ്യ ഗഡു കൊടുത്തുകൊണ്ട് നമ്മൾ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇതിനുശേഷം കുട്ടികളെല്ലാം നമ്മളുമായി സംസാരിച്ചു, ഇതിനുശേഷം സ്റ്റാഫുമായി സംസാരിച്ചു, ഇതിനുശേഷം നമ്മൾ അവർക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളും ബാക്കിയുള്ള വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണോ എന്നുള്ള കാര്യങ്ങൾ MLA ബന്ധപ്പെട്ട അധികാരികളും എല്ലാവരുമായി സംസാരിച്ചുകൊണ്ട് ഇനിയും TVJ സ്കൂളും TVJ സ്കൂളിൻ്റെ സ്റ്റാഫും TVJ സ്കൂളിലെ കുട്ടികളും എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മളാൽ കഴിയുന്ന കോൺട്രിബ്യൂഷൻ, നമ്മളെ കൊണ്ടാവുന്ന കോൺട്രിബ്യൂഷൻ, ചെറിയ ചെറിയ തുട്ട് നാണയങ്ങൾ മുതൽ വലിയ നോട്ടുകൾ വരെ സമ്മാനിച്ച സ്റ്റാഫുകൾ ഉൾപ്പെടെ ഈ കൂട്ടത്തിലുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി, അകമഴിഞ്ഞ നന്ദി അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. മീഡിയ സിസ്റ്റി, കോതമംഗലം.